തൈക്കാട് അയ്യാസ്വാമി. നമുക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത ഒരു പേരാണ് തൈക്കാട് അയ്യാസ്വാമി. പക്ഷേ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിയേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് തൈക്കാട് അയ്യാസ്വാമി. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും സ്വാതി തിരുനാൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സംഗീതത്തിൻ്റെ സുവർണദശ കേരളത്തിനു വേണ്ടി ഒരുക്കിയ സ്വാതി തിരുനാളിൻ്റെയും അയ്യങ്കാളിയുടെയും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെയും ഒക്കെ ഗുരുവായിട്ടുള്ള ആളായിരുന്നു അയ്യാസ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും പോലും ഗുരുവായിട്ടുള്ള ഒരു സവിശേഷ വ്യക്തിത്വമാണ് 1814 ജനിച്ച തൈക്കാട് അയ്യാസ്വാമി. അദ്ദേഹം മലബാറിലാണ് ജനിച്ചത്. മലബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഴിക്കോടും കണ്ണൂരും മലപ്പുറവും ഒക്കെ അടങ്ങുന്ന പ്രദേശത്തെയാണ് നമ്മൾ മലബാർ എന്ന് പറയുക. ആദ്യത്തെ പേര് തൈക്കാട് അയ്യാസ്വാമി ആകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പേര് സുബ്ബരായർ എന്നുള്ളതായിരുന്നു. സുബ്ബരായർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പേര്. ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കുമൊക്കെ മുൻപേ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പോലും ഗുരുസ്ഥാനീയനായിരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കേരളീയ നവോത്ഥാനത്തിന് മുന്നൊരുക്കം സൃഷ്ടിച്ച ഒരാളായി നമുക്ക് അയ്യാസ്വാമിയെ കാണാൻ കഴിയും. 1814 ജനിച്ചതെങ്കിലും അവർക്ക് മുൻപേ തന്നെ ഇത്തരം ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങി വെച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിനൊക്കെ മുൻപേ തന്നെ അദ്ദേഹം ഈ ശ്രമങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. സവർണരോടൊപ്പം തന്നെ അവർണരെയും അദ്ദേഹം പരിഗണിച്ചു. ജാതി ചിന്തയ്ക്കെതിരെ അദ്ദേഹം നിലപാടുകളെടുത്തു. മറ്റാരെയും പോലെ തന്നെ നിലപാടുകളെടുക്കുന്നു. പന്തി ഭോജനം, ആദ്യത്തെ നമുക്ക് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഒരു പന്തി ഭോജനം നമ്മൾ കേട്ടിട്ടുണ്ട്. അതല്ലാതെ സവർണരെ കൂടി ഉൾപ്പെടുത്തി പന്തി ഭോജനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേരളത്തിൽ നടത്തുന്നത് തൈക്കാട് അയ്യാസ്വാമിയാണ് എന്ന് പറയപ്പെടുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാണ്ടിപ്പറയൻ എന്ന പേരിട്ടാണ് സവർണർ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരു പിന്നീട് പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹവും പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയെ അവതരിപ്പിച്ചു. വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ജ്ഞാനം, യോഗം, ഭക്തി ഇതെല്ലാം ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം നിർവഹിച്ചു പോന്നു. ജ്ഞാനം, യോഗം, ഭക്തി എന്നിവയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. തമിഴിലും ഇംഗ്ലീഷിലും അദ്ദേഹത്തിന് വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം കൃതികളും ആത്മീയതയുമായി ബന്ധപ്പെട്ട്, ഭക്തിയുമായി ബന്ധപ്പെട്ട്, ഒപ്പം യാത്രകളുമായി ബന്ധപ്പെട്ട് നിരവധി കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ ഏതാനും ചില കൃതികൾ ബ്രഹ്മോത്തരകാന്ഡം, രാമായണം പാട്ട്, പഴനി വൈഭവം, ഹനുമാൻ പാമാലൈ, എൻ്റെ കാശിയാത്ര തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. എൻ്റെ കാശിയാത്ര എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കും പോലെ യാത്രയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുടെ വിവരണമാണ്. ഇങ്ങനെ ധാരാളം കൃതികളും അദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് തൈക്കാട് അയ്യാസ്വാമിയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി അടുത്ത ഒരാൾ അയ്യാ വൈകുണ്ഠ സ്വാമിയാണ്. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അയ്യാ വൈകുണ്ഠ സ്വാമി ദക്ഷിണേന്ത്യയിലെ, അദ്ദേഹം തീർത്തും മലയാളി മാത്രമല്ല, ദക്ഷിണേന്ത്യയ്ക്കും മൊത്തമായി അവകാശപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് അയ്യാ വൈകുണ്ഠ സ്വാമി. ദക്ഷിണേന്ത്യയിലെ നവോത്ഥാന നായകന്മാരിൽ പ്രധാനി എന്നാണ് അയ്യാ വൈകുണ്ഠ സ്വാമി അറിയപ്പെടുന്നത്. 1809 ശ്രദ്ധിക്കണം, തമിഴ്നാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1809
തമിഴ്നാട്ടിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ചാതുർവർണ്ണ്യം എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അവർക്കും താഴെ അവർണർ എന്ന് പറയുന്ന ചാതുർവർണ്ണ്യമൊക്കെ നിലനിന്നിരുന്നൊരു കാലത്ത്, അത്തരം അന്ധകാരങ്ങളിൽ ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു കാലത്ത് ജാതിക്കെതിരെ സമൂഹത്തെ നയിക്കാൻ ശ്രമിച്ച ഒരു സന്യാസിയാണ് അദ്ദേഹം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിക്കുന്നതും അല്ലെങ്കിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നതും അദ്ദേഹമാണ്. എന്താണ് ഈ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത്? കണ്ണാടിയിൽ കാണുന്ന സ്വന്തം രൂപത്തെയാണ് ആരാധിക്കേണ്ടതെന്നും മനുഷ്യരെല്ലാവരും ഒരേപോലെയാണെന്നും മനുഷ്യൻ തന്നെയാണ്, കണ്ണാടിയിൽ നോക്കിയാൽ നമ്മൾ ആരെയാണ് കാണുക? നമ്മളെ തന്നെയാണ് കാണുക. നമ്മളിൽ ആരാണുള്ളത്? ദൈവമാണുള്ളത്. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നും ഒരേ ചൈതന്യമാണ് അവരിൽ കുടികൊള്ളുന്നതെന്നുമൊക്കെ പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്വൈതം, കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്വൈതം. എന്താ അദ്വൈതം? ദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒന്നാണ്, ഞാനും ദൈവവും ഒന്നാണ്, എന്നിൽ തന്നെയാണ് ദൈവമുള്ളത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി അദ്ദേഹം നടത്തുന്നു. ജാതിക്കും മതത്തിനുമെതിരെയൊക്കെ അല്ലെങ്കിൽ ജാതീയമായ അസമത്വങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുക പോലും വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് അദ്ദേഹവും നമ്മളോട് പറഞ്ഞു തന്നു. എല്ലാ ജാതിക്കാർക്കും, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് പുരോഹിതരാവാൻ കഴിയുക, ഹിന്ദുക്കൾക്ക് മാത്രമാണ് സന്യാസികളാവാൻ കഴിയുക. പക്ഷേ എല്ലാ ജാതിക്കാർക്കും സന്യാസത്തിലേക്ക് കടന്നു വരാമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇനി ആത്മീയമായി മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ചത്, മറിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, തിരുവിതാംകൂറിൻ്റെ രാജഭരണത്തിൻ്റെ മോശം വശങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്താൻ അയ്യാവൈകുണ്ഠ സ്വാമിക്ക് കഴിഞ്ഞിരുന്നു. ഇനി മാത്രമല്ല, മിഷണറിമാർ കേരളത്തിൽ വന്ന് നടത്തിയിരുന്ന മതപരിവർത്തനം, ക്രിസ്ത്യാനികളാക്കി മാറ്റുക എന്ന് പറയുന്നത് കൂടുതലായപ്പോൾ, അനാവശ്യമായപ്പോൾ അതിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ സ്ഥാപനം നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അതിൽ നമ്മൾ നൈറ്റ് ക്ലാസ് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ടല്ലോ. പകൽ പഠിക്കാൻ കഴിയാത്ത ജോലി സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് പകല് പഠിക്കാൻ കഴിയാത്തവർക്കായി രാത്രി ക്ലാസ്സുകൾ, നിശാപാഠശാലകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. ഇനി പൊതുകിണറുകൾ നോക്കൂ. കുടിവെള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം ധാരാളം പൊതുകിണറുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളമെടുക്കാൻ കഴിയുന്ന രീതിയിൽ പൊതുകിണറുകൾ സ്ഥാപിച്ചു. അദ്ദേഹം അതിലും ശ്രദ്ധ ചെലുത്തി. മുന്തിരിക്കിണർ എന്നാണ് ഈ പൊതുകിണറുകൾ അറിയപ്പെട്ടിരുന്നത്. ഇനി ജാതി മത വ്യത്യാസമില്ലാതെ ഒരേ വസ്ത്രം ധരിക്കാൻ, നമ്മുടെ നാട്ടിൽ അറിയാലോ, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും ഇല്ലാതിരുന്നൊരു കാലത്ത് ൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അപ്പോൾ ജാതി വ്യത്യാസമില്ലാതെ വസ്ത്രധാരണം എല്ലാവർക്കും ഒരുപോലെ ചെയ്യാനും തലപ്പാവടക്കം ധരിക്കാനും എല്ലാവർക്കും ഒരുപോലെ കഴിയണമെന്ന് അദ്ദേഹം വാദിച്ചു. ഇനി അദ്ദേഹം ഒരു മതം സ്ഥാപിക്കുന്നുണ്ട്, അയ്യാവഴി എന്ന് പറയുന്ന ഒരു മതം അയ്യാവൈകുണ്ഠ സ്വാമിയാണ് സ്ഥാപിച്ചത്. അത് പലപ്പോഴും സവർണതയ്ക്കെതിരെ, വരേണ്യതയ്ക്കെതിരെയുള്ള കലഹമായിരുന്നു ആ അയ്യാവഴി എന്ന് പറയുന്ന മതത്തിൻ്റെ സ്ഥാപനത്തിലൂടെ അദ്ദേഹം നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെ വരേണ്യതയോടുള്ള ഒരു കലാപം അദ്ദേഹം നടത്തുന്നു.
1836 സമത്വ സമാജം എന്ന് പറയുന്നൊരു സംഘടന അദ്ദേഹം സ്ഥാപിക്കുന്നു. സമത്വ സമാജം 1836 അദ്ദേഹം സ്ഥാപിക്കുന്നു. ദേവദാസി സമ്പ്രദായത്തിനെതിരെ. എന്താണ് ഈ ദേവദാസി സമ്പ്രദായം? സ്ത്രീകളെ ദേവൻ്റെ അടിമയാക്കി ക്ഷേത്രത്തിൽ തന്നെ കഴിയാൻ അവർക്ക് ക്ഷേത്രത്തിൽ തന്നെ സ്ത്രീകൾ കഴിയേണ്ടി വരുന്ന, ദേവൻ്റെ ദാസിയായി കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ദേവദാസി എന്ന് പറയുന്നത്. ആ ദേവദാസി സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് വേണ്ടി അദ്ദേഹം പോരാടി. സ്ത്രീകളുടെ വസ്ത്രധാരണാവകാശവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ചാന്നാർ ലഹള പോലുള്ള കലാപങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ചാന്നാർ ലഹളയുടെ പിന്നിൽ പോലും നമുക്ക് ആരെ കാണാം? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ കൂടി നമ്മൾ അയ്യാ വൈകുണ്ഠസ്വാമിയെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഒപ്പം അടിമത്തം കർശനമായി നിലനിന്നിരുന്നൊരു കാലത്ത് കൂലിയില്ലാതെ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കൽ ഒരു സ്ഥിരം സംഭവമായിരുന്നു. പക്ഷേ അദ്ദേഹം ആഹ്വാനം ചെയ്തു, കൂലിയില്ലാതെ വേല ചെയ്യരുത്. നിങ്ങളൊരു പണിയെടുത്താൽ അതിന് കണക്ക് പറഞ്ഞ് കൂലി വാങ്ങാൻ സാധാരണ മനുഷ്യരെ നിർബന്ധിച്ചത് അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ചത് അയ്യാ വൈകുണ്ഠസ്വാമിയായിരുന്നു. അടിമവേലയ്ക്കെതിരെ അദ്ദേഹം ഒരുപാട് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അടിമവേല ചെയ്യിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നോക്കൂ, തമിഴ് ചൊവ്വയുള്ള പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ തമിഴ് ഭാഷയോട് ബന്ധമുള്ള പുസ്തകങ്ങളാണ്. അഖിലത്തിരട്ട് എന്ന് പറയുന്ന പുസ്തകം, അരുൾ നൂൽ എന്ന് പറയുന്ന പുസ്തകം, അഖിലത്തിരട്ട്, അരുൾ നൂൽ എന്നീ കൃതികൾ. 1853 അദ്ദേഹം മരിക്കുന്നത്. 1853 ജൂൺ 3 അയ്യാ വൈകുണ്ഠസ്വാമി അന്തരിച്ചത്. അപ്പോൾ അയ്യാ വൈകുണ്ഠസ്വാമിയും തൈക്കാട് അയ്യാസ്വാമിയും കേരളീയ നവോത്ഥാന മണ്ഡലത്തിൽ ചെലുത്തിയ സ്വാധീനമാണ് നമ്മൾ മനസ്സിലാക്കിയത്.